എന്നിട്ട് അവൻ കുത്താനായിട്ട് ഓടിക്കുന്ന വീഡിയോ ആണ് ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അവൻ ആരാ? അവന്റെ പേരെന്ന് പറഞ്ഞേ. റോണി എന്ന് പറഞ്ഞ പുള്ളിയാണ് ഈ തേവരയിലാന്ന് തോന്നുന്നു. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഇവന്മാരൊന്നും ജീവിതകാലത്ത് നന്നാവില്ല. അവനെ നിങ്ങൾ തമ്മിൽ വ്യക്തിവൈരാഗ്യം വല്ലതും ഉണ്ടോ? വ്യക്തിവൈരാഗ്യം ഒന്നുമില്ലേ? പിന്നെ ഫ്രണ്ട്സ് ആണോ അവന്? ഇന്റർവ്യൂ ചാൻസ് ചോദിച്ചിരുന്നു. ചാൻസ് ചോദിച്ചാൽ കൊടുക്കാനുള്ള ഒരാളല്ല ഞാൻ. അത് ശരി. അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. അറിഞ്ഞില്ല, ഇത് ഞാൻ അറിഞ്ഞില്ല. കാരണം എന്റെ ചാനലിലാണെങ്കിൽ ഞാൻ ചാൻസ് കൊടുക്കാം. ഒരു ബൈറ്റൊക്കെ എടുക്കാം. അവനെന്തോ ഫുട്ബോളിന്റെ ഒരു ആരാധന പറയുന്നു. അത് ശരിയാ, അത് ശരിയാ. അതിന് അലിനെ കൊല്ലാനാണോ വരേണ്ടത്? കുത്തിപ്പൊട്ടിക്കും അത് ഒരുമാതിരി പറഞ്ഞു. പക്ഷെ വിഷ്ണു കൊച്ചിക്കാരൻ അഭിലാഷാട്ടയും അവന്റെ കൂടെ ഒന്നിച്ചു. എങ്ങനെ ഇരിക്കണം? പക്ഷെ ഒന്നിച്ചെങ്കിലും വിഷ്ണു കൊച്ചിക്കാരൻ മാറിയിരുന്നു. കാരണം പുള്ളിക്ക് പേടിയായി പോയി. ബെസ്റ്റ് ബോഡി ഗാർഡ്. കാരണം മറ്റേ പുള്ളിയുടെ പേടിയൊന്നുമില്ല, മറ്റേ നമ്മുടെ അഭിലാഷാട്ടെ തന്നെ. പക്ഷെ എന്റെ അടുത്തേക്ക് പുള്ളിനെ കൊണ്ടുവന്നത് രണ്ടാമത്. ദേവന്നെ ഇടിയും കൊണ്ട് ചമ്പനാറികള് മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. ആദ്യം ഇവന്റെ അടുത്തേക്ക് എന്റെ അടുത്തേക്ക് വന്ന് പ്രശ്നം ഉണ്ടാക്കി. ഞാൻ ഓടി IMA കയറി. എനിക്കാരും പേടിയില്ല, ഞാൻ ഇപ്പൊ റെഡിയാക്കി തരാം. സിനിമ നടന്മാർക്ക് ബൗൺസേഴ്സ് ഉണ്ട്, പക്ഷെ എനിക്ക് നല്ല നല്ല ബൗൺസേഴ്സ് ഇല്ലാത്തതിന്റെ പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലാക്കുന്നു. കാരണം ഫേമസ് ആയ സെലിബ്രിറ്റികൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. അല്ലെ, എന്റെ ഒരു ചോദ്യം ഇനി തിരിച്ച്, എന്തുകൊണ്ടാണ് ഇവന്മാരെ അടിക്കാൻ വരുമ്പോ അല്ലെ തിരിഞ്ഞു നിന്ന് പ്രതികരിക്കാത്ത? തിരിഞ്ഞു നിന്ന് പ്രതികരിക്കണം, ഓടരുത്. എനിക്ക് തല്ലാൻ അറിയാവുന്നതുകൊണ്ടല്ല. ഇവരൊക്കെ ഏത് ടൈപ്പാണ്, ഡേഞ്ചർ ആരും ആയിക്കോട്ടെ എന്ന് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് നമുക്കൊരു ചിലപ്പോ ഒരു കൈവീശി ഒരെണ്ണ കൊടുക്കാൻ ബെൽറ്റ് അടിക്കാം. നായിന്റെ പട്ടി മോണെ മാഭേളക്ക് ബന്ധത് ബാളായിട്ടാ ബാടാ, എല്ലാരും ബാടാ, എല്ലാവർക്കും തരടാ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ അതൊരു വയലൻസ് നല്ലതാണ് ചില സമയത്ത്. പക്ഷെ വയലൻസിലേക്ക് കടക്കാൻ പറ്റില്ല പെട്ട ചില സമയത്ത്. എന്നിട്ട് ക്യാമറ ഉള്ളതുകൊണ്ട് അത് ഏത് കണ്ണിൽ വരുമെന്ന് നമുക്കറിയില്ല. പക്ഷെ ഇത് ഈ സോഷ്യൽ മീഡിയയിൽ അത് മോശമായിട്ട് നമ്മളെ ഹറാസ്മെന്റ് ചെയ്യുന്നതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വേറെ ഹറാസ്മെന്റ് ഒക്കെ വന്നു. പക്ഷെ ഈ ഒരു മാന്യക്കേട് എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്താ എന്റെ ഉദ്ദേശം? നമ്മളെ ഒരു ആണെന്നോട് മനസ്സിലാവുന്നില്ല. ഫോട്ടോയില് ബ്ലറാണ്, വീഡിയോയിൽ. പക്ഷെ എന്നിട്ട് എന്റെ പേര് എഴുതി വെക്കുന്നു. അതൊക്കെ മോശമാണ്. അയ്യടാ, കലക്കിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കേൾക്കാൻ.